ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ചിക്കൻ പൊരിച്ചിട്ടൊരു ഗ്രേവിയാണ്. നല്ല സൂപ്പറാണ്. ആലപ്പി മോഡലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ചപ്പാത്തിയിലേക്കായാലും ചോറിലേക്കായാലും നെയ്ച്ചോറിലൊക്കെ ആയാലും നല്ലൊരു അടിപൊളി ഗ്രേവിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. ഇതിന്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. ചിക്കൻ പൊരിച്ച ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിത് 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലിടാം. നല്ലോണം കഴുകി മഞ്ഞൾ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതാണ്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരി കൂടുതൽ വേണ്ടവർക്ക് അത്ര ഇടാം. ഇനി മസാല ഉണ്ടാക്കുന്നുണ്ട്, അപ്പൊ അതിനകത്തും കൂടി നമ്മൾ മുളകും പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അതാണ് ഞാൻ കുറച്ച് എടുത്തേക്കുന്നത്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളിന്റെ പേസ്റ്റ് 1 സ്പൂണ്, ഗരം മസാലപ്പൊടി 1/4 സ്പൂണോളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇഷ്ടത്തിനനുസരണം എത്ര ചേർക്കാം. ഉപ്പ് ഞാനൊരു ആവശ്യത്തിന് കുറച്ച് ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് ഞാൻ. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം വെച്ചുകൊണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഹാഫ് വേവ് ആക്കി പൊരിച്ചെടുത്താൽ മതി. നമുക്ക് അത് 5 മിനിറ്റ് ഒന്ന് വെക്കാം. നമുക്കിപ്പോൾ ചിക്കന് 5 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാന് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് എണ്ണ. ഇനി അതിലേക്ക് നമുക്കൊന്ന് ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കണം. ഈ ഫസ്റ്റത്തെ ഒരു ഭാഗം ഒരു 3 മിനിറ്റ് വേവിക്കാം. എന്നിട്ട് ഒന്ന് മറച്ചിട്ടിട്ട് അതൊന്ന് 3 മിനിറ്റ് വേവിക്കാം. നല്ലോണം ഒന്ന് വേവിക്കേണ്ട, മുരിയണ്ട. ഒരു ഭാഗം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മറച്ചിട്ടിട്ട് അടുത്ത ഭാഗം കൂടി ഒന്ന് വേവിക്കാം. ഇതിന്റെ 2 സൈഡും പാകത്തെ വേവായിട്ടുണ്ട്. 3 മിനിറ്റ് ആക്കിയിട്ട് പാകത്തെ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം. എൻ്റെ അമ്മായിമ്മ ഇക്കാൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണിത്. അവിടെയൊക്കെ ആലപ്പുഴയിലൊക്കെ അവർ പൊരിച്ചിട്ടാണ് കറി വെക്കലും പിന്നെ അതേപോലെ നമ്മൾ ബിരിയാണിയിലേക്കുള്ള കൂട്ടൊക്കെ ഉണ്ടാക്കലും അവർ പൊരിച്ചിട്ടാണ്. നല്ലൊരു കളറും നല്ലൊരു സ്മെല്ലും ഒക്കെ നല്ലൊരു ടേസ്റ്റൊക്കെയാണ് അവിടുത്തെ കറിക്കും. ഇങ്ങനെ കറി ഉണ്ടാക്കിയാലും ഇങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാലൊക്കെ നല്ലൊരു കളറും ഭംഗിയൊക്കെയാണ് കാണാൻ. ഇനി നമ്മൾക്ക് ഇറച്ചി പൊരിച്ച ചട്ടിയിൽ തന്നെ ആ എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം. എന്നാലേ അതിൻ്റെ കൂടി ഒരു രുചിയും കൂടി വരുള്ളൂ. അതിനായിട്ട് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത്, നമ്മളിപ്പോൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളി നമ്മളെ സവാള നല്ലോണം വാടി വരുമ്പോഴാണ് നമുക്ക് ഇനി ബാക്കിയുള്ള കൂട്ടും കൂടി ഇടേണ്ടത്. ഇതൊന്ന് നല്ലോണം വാടി വരട്ടെ. വാടി വരുന്ന വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വാട്ടാൻ വെച്ചിരുന്ന ഉള്ളി ഇത് കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളി മുറിച്ചത്, 2 പച്ചമുളക്, 1/2 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി കുറച്ചും കൂടി ഒന്ന് വാടിയിട്ട് നല്ലോണം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. അതുവരെ ഒന്ന് നല്ലോണം ഒന്ന് വാടണം.
എന്നാലേ അതിൻ്റെ ഇറച്ചിയുടെ മസാലക്കും അതേപോലെ ഗ്രേവി കാണാനൊക്കെ ഒരു നല്ല ഭംഗി, നല്ലൊരു മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. നല്ലോണം വാടണം. നമ്മുടെ ഗ്രേവിയിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ഇടാം. 2 സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി തന്നെയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, ഗരം മസാലപ്പൊടി 1/4 സ്പൂണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര തന്നെ എടുക്കാം. ഉപ്പ് ആവശ്യത്തിനും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പച്ച മണം വരും ഈ പൊടിയുടെ ഒക്കെ. ആ പച്ച മണം ഒന്ന് പോണത് വരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്ത് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിൻ്റെ കൂട്ടില് മസാല കിട്ടുന്നല്ലോ, അതിൻ്റെ പച്ചമണം കുറച്ചൊന്ന് പോയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് എടുത്തപ്പോൾ തന്നെ പച്ചമണമൊക്കെ ഒന്ന് പോയി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു അര ഗ്ലാസ് ഉണ്ടാവും. ചെറിയൊരു കപ്പാണിത്. ഈ കപ്പിൽ മൊത്തം വെള്ളം ഒഴിക്കാം. വെള്ളം ഒന്ന് തിളക്കണം. തിളക്കുമ്പോൾ നമുക്ക് പൊരിച്ചു വെച്ച കോഴി ഇടാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഗ്ലാസ് മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട്. അര ഗ്ലാസ്സാണ് ഫസ്റ്റ് ഒഴിച്ചത്. പിന്നെ അര ഗ്ലാസും കൂടെ ഒഴിച്ച് 1 ഗ്ലാസ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് കോഴി പൊരിച്ചത് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം. എല്ലാതൊന്ന് പകുതി വേവായ കോഴി ആയതുകൊണ്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഒരു 15 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കണം. നമുക്ക് നമ്മുടെ ആലപ്പി ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കളറും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും. നമുക്ക് എല്ലാ ഭക്ഷണത്തിലേക്കും കൂട്ടാം. ചോറിലേക്കായാലും നെയ്ച്ചോറിലേക്കായാലും എല്ലാത്തിലും കൂട്ടാം. നല്ല രസമാണ്. പിന്നെ ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്യാം. വീട്ടിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുക. നമ്മൾ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് കളർ ഉണ്ടെന്നുള്ളൂ, എരിവൊന്നുമില്ല. നമുക്ക് കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും നല്ല രുചിയിൽ കഴിക്കാൻ പറ്റും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം. താങ്ക്